അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം എടക്കരയിൽ നിന്നും ഒരു സാധു മനുഷ്യൻ അദ്ദേഹം വന്ന് ഇന്ന് വരെ നാം കേൾക്കാത്തതും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുമായ പല കാര്യങ്ങളും പരസ്യമായി നമ്മുടെ മുഖം നോക്കി പറയുകയുണ്ടായി. അതിന് ചെറിയൊരു നിലയ്ക്ക് വ്യക്തത വരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞാൻ ഓർക്കുകയാണ്. യഖൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. അവസാന കാലമാകുമ്പോൾ ഒരു കൂട്ടർ ദജ്ജാലൂന കദ്ദാബൂന, അവര് കള്ളം പറയുന്നവരാണ്. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പന്മാരും നിങ്ങളുടെ പൂർവികന്മാരും ആരും കേൾക്കാത്ത പല വാദങ്ങളുമായി പലതും പറഞ്ഞ് വരുമെന്ന് വിശ്വാസമാത്രങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആ ഹദീസ് പൂർണ്ണമായും ഇത്തരം പ്രവാചകന്മാരെ പറ്റി പറഞ്ഞതാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. കാരണം ഇതുവരെ കേൾക്കാത്തതാണ് ഇദ്ദേഹം പറയുന്നൊരു വാക്ക്. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. വഫാത്താകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്ന വാക്ക് എന്താണെന്നറിയോ? ലഅനത്തുല്ലാഹ് അലൽ യഹൂദി വന്നസ്വാറ. അല്ലാഹുവിന്റെ ശാപമുണ്ട് അലൽ യഹൂദി വന്നസ്വാറ. യഹൂദികൾക്ക് നസ്വാറാക്കൾക്ക് ജൂത ക്രിസ്ത്യാനികൾക്ക് റബ്ബിന്റെ ശാപമുണ്ട്. എന്താ കാരണമെന്നറിയുമോ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവർ അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ്. എന്താണ് ഈ ക്ലിപ്പിലൂടെ അദ്ദേഹം പറയുന്നത്? ആ ക്ലിപ്പിലൂടെ അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിലൂടെ ഒരു ഹദീസ് വെച്ചുകൊണ്ട് കൃത്യമായൊരു ദുർവ്യാഖ്യാനം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം. ദുർവ്യാഖ്യാനം എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാം. നമുക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കാം. അദ്ദേഹം അതിൽ പറയുന്നത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. എന്താണ് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന് പറഞ്ഞത്? ഇത്തഖദു അവർ നിർമ്മിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു ഖുബൂറ അംബിയാഇഹിം, അവരുടെ അംബിയാക്കളുടെ അവരുടെ പ്രവാചകന്മാരുടെ മറ്റൊരു ഹദീസിൽ സ്വാലിഹീങ്ങളുടെ സഹോദരായ ആളുകൾ അവരുടെ ഖബറുകളെ അവരാക്കിയിരിക്കുന്നു മസാജിദ, സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. ഈ ഒരു ഹദീസ് കൊണ്ട് ഒരു ബാഹ്യമായ ഒരു അർത്ഥം അങ്ങനെയാണെങ്കിൽ അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സംഭവം ധരിച്ചുകൊണ്ട് മഹാനായ ബൈലാമി ഇമാം പറയുന്ന ഒരു സംഭവം മഹാനായ ഇബ്രാഹിം ഫത്തുൽ ബാരിയിൽ കൊണ്ടുവരുന്ന സംഭവം. അതായത് ഈ സംഭവത്തിന്റെ ഉണ്ടാവാനുള്ള കാരണം ഹബിഷയിൽ നിന്ന് സ്ത്രീകള് അവരിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു ഖനീസ, ഒരു ആരാധന ചെയ്യുന്ന ഒരു ചർച്ചുകൾ കണ്ടപ്പോൾ അവരുടെ സംഭവം എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള അവരുടെ അമ്പിയാക്കളുടെ അവരുടെ സ്വാലികളുടെ ആളുകളുടെ അവരുടെ രൂപങ്ങളെ ചിത്രകൽപ്പന നടത്തി രൂപം നൽകി ആ രൂപം ഉണ്ടാക്കി വെച്ച് അതിനെ അവര് സുജൂദ് ചെയ്യുകയും അതിനെ അവർ കിബിലയാക്കി നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അവരുടെ പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംഭവം പറയുന്നത്. അത് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ ഹദീസ് പറഞ്ഞത് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലുള്ളവരെ കുറിച്ചിട്ടാണ് ആ ഹദീസ് പ്രതിപാദിക്കുന്നത്. പക്ഷെ ഇവിടെ ഇദ്ദേഹം കൃത്യമായ ഒരു ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. എന്താണ്? ഇവിടെയുള്ള സുന്നികളൊക്കെയും വിഗ്രഹാരാധകരാണ്, ബഹുദൈവാരാധകരാണ്, ബിംബാരാധകരാണ്. ഇവിടെ ഈ ഒരു ഹദീസ് വേണ്ടി ഓതുന്ന ഹദീസല്ല, ഉറൂസിനെതിരെ എന്ന് പറഞ്ഞതിലേക്ക് ഒരു ഉറൂസ് നയിക്കുന്നതിനെതിരായിട്ടോ അല്ലെങ്കിൽ സിയാറത്ത് ചെയ്യുന്നതിനായിട്ടോ ഉദ്ധരിക്കേണ്ട ഒരു ഹദീസേ ഒരു ബന്ധമില്ലാത്തൊരു ഹദീസാണ്. മാത്രമല്ല ഈ ഹദീസിന്റെ പശ്ചാത്തലം ഞാനിപ്പോ പറഞ്ഞു. ഈ ഹദീസ് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാവും കുമ്പോരിനെയും ബംബ്രാനയിലെയും ആളുകൾക്ക് വേണ്ടി വിശ്വാസം മാത്രങ്ങൾ ഓതിയ ഒരു ഹദീസാണ്. അവർക്ക് മാത്രമായിട്ട് കുമ്പോരിനെയും ബംബ്രാനയിലെയും ആളുകൾക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെട്ട ഒരു ഹദീസായിട്ടാണ് ഇദ്ദേഹത്തിന്റെ വാക്കിന് മനസ്സിലാകുന്നത്.
അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു ദുർവ്യാഖ്യാനം അത് അവരുടെ അജണ്ടയാണ്. മുസ്ലിം ലോകത്തിനെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ മുശ്രിക്കും കാഫിറുമായി ചിത്രീകരിക്കുക, അവർ വിഭാരാധരും വിഗ്രഹാരാധരും ചിത്രീകരിക്കുക അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു ഇടയ്ക്കിടയിൽ ഒരു വ്യക്തി ഇവിടെ വന്ന് പറയാൻ കാരണം ഇവിടെയുള്ള ചില ആളുകളുടെ താല്പര്യവുമാണ്. അത് ഏതായാലും അതിരിക്കട്ടെ. ഏതായാലും ഹദീസിന്റെ വിശദീകരണത്തിൽ ഒരിക്കലും സുന്നികൾ ചെയ്യുന്ന പിന്നെ സിയാറത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവിടെ അതിന്റെ അടുത്ത് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിന്റെ അടുത്ത് പള്ളികൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ല, മറിച്ച് മുമ്പുള്ള ആളുകൾ. നമ്മുടെ കുമ്പോലിനെ സംബന്ധിച്ചിടത്തോളം കുമ്പോല പരിസരത്തും ധാരാളം മക്ബറുകളുണ്ട്. ഈ മക്ബറയിൽ ഇദ്ദേഹം പറയുന്നത് ആ മക്ബറയിൽ കിടക്കുന്ന ഒലിഗിനിക്ക് ആരാധിക്കാനുള്ളത്. ഒലിഗിനിക്ക് പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള മക്ബറുകൾ, കുമ്പോൽ സാധാർത്ഥ്യങ്ങളെ മക്ബറുകളുണ്ട്, കുമ്പോല് മറ്റുള്ള പല സ്ഥലത്തും പല മക്ബറുകളുണ്ട്. ഏത് മക്ബറയിലും അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം പോലും ആ മക്ബറയുടെ ഉള്ളിൽ നിർവഹിക്കുന്നില്ല. സ്ഥലമില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സുജൂദ് പോലും മക്ബറിന്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലെവിടെയും ഒരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ടില്ല. ഇല്ല, അങ്ങനെ നിർവഹിക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഹദീസിനെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ ബംബ്രാണയിലെ അല്ലെങ്കിൽ കുമ്പോലിലെ ജനങ്ങളെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും ബിംബാരാധകരും വിഗ്രഹാരാധകരും ആക്കി മാറ്റാനുള്ള ഒരു ക്രൂരമായ അജണ്ടയാണ്. അത് ഇവിടെയുള്ള സാധാരണക്കാരായ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇവരോട് നമുക്ക് മറുപടി പറയേണ്ടതില്ലാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. കാരണം ഇന്നലെയോ അല്ല നമ്മുടെ കുമ്പോലും നമ്മുടെ ബംബ്രാണ പരിസരത്തും ഇസ്ലാം വന്നത്. ഈ പ്രഭാഷണം കേട്ടാൽ ഈ കുമ്പോലിനെയും പരിസരത്തുള്ള ബംബ്രാണയിലും പരിസരത്തുള്ള ആളുകളൊക്കെ എന്തായി? കാഫിറായി, മുശ്രിക്കായി. കാരണം അല്ലാഹു സുജൂദ് ചെയ്യുമ്പോൾ അവർ മുശ്രിക്കാണ്. നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളികളും മക്ബറുകളുമാണ്. ഇവിടെ ഊസ് നടത്തുന്നത് ഇന്നും ഇന്നലെയുമല്ല. ചില ചോദിക്കും, ആ ഹദീസിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ഈ ഇങ്ങനെയുള്ള ആളുകളാണ് വിഗ്രഹാരാധകരാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തില് ഇവിടുത്തെ ജനങ്ങൾ വിഗ്രഹാരാധകരാണ്, മുശ്രിക്കാണ്, കാഫിറാണ് എന്നൊരു പരാമർശം അതിൽ ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ സാധാരണക്കാരായ ചില ആളുകൾ ധരിക്കുന്നുണ്ടാകും. ആ ഹദീസിന്റെ അർത്ഥം അദ്ദേഹം വെച്ചത് എന്താണ്? ഇവിടെയുള്ള കുമ്പോലുള്ള ആളുകളെ, മമ്പ്രാനുള്ള ആളുകളെ, ഉറൂസ് കഴിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പൊ ഇതാർക്കാരെ സംബന്ധിച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു സാമാന്യ ബോധ്യം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഒന്നിരിക്കും അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ കൂടുതൽ അദ്ദേഹം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന ആളുകളുടെ പ്രശ്നമാണ്. അവർ കൂടുതൽ നന്നായി ഇസ്ലാമിക പരന്ന വായന. അല്ലെങ്കിൽ ഞാൻ ആദ്യം ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയായി വരികയാണ്. കാരണം ഇന്ന് വരെ കുമ്പോൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുള്ള ഒരു നാടാണ്. നമ്മുടെ പൂർവികന്മാരായ നമ്മുടെ ഉപ്പാപ്പന്മാരും ഉമ്മാമ്മമാരും നമ്മുടെ പൂർവികന്മാരും കുമ്പോൽ എന്ന് പറഞ്ഞാൽ എത്ര പഴക്കമുള്ള പള്ളികളാണ്. ഒരുപാട് ആലിമീങ്ങൾ നേതൃത്വം നൽകിയ സ്ഥലമാണ്. PA ഉസ്താദിനെ പോലത്തെ. അതേപോലെ തന്നെ കുമ്പോൽ സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മുടെ വലിയ നേതൃത്വമാണ്. കുമ്പോൽ സാദാത്യങ്ങൾ ഉറൂസ് നടക്കുന്നുണ്ട്. കുമ്പോൽ വില്ലേജ് മാർക്ക് പള്ളിയിൽ ഉറൂസ് നടക്കുന്നുണ്ട്. മാത്രമല്ല കുമ്പോൽ സദാത്യങ്ങളെ കാണാനായിട്ട് വരുന്ന ആയിരങ്ങളുണ്ട്. അവരുടെ ഏതെങ്കിലും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി വരുന്ന ആളുകളുണ്ട്. അവർ ഏതെങ്കിലും ഒരാളോട് നിങ്ങൾ അവിടെ പോയി സുജൂദ് ചെയ്തു ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതെ, ആ രൂപത്തിൽ ഇവിടെയുള്ള ആളുകളെ വിഗ്രഹാരാധന, ഇസ്ലാം പഠിപ്പിക്കാൻ ഇവിടുന്ന് ഇടയ്ക്കരി നാളുകൾ ആവശ്യമില്ല. നാം കാസർഗോഡ് ജില്ലക്കാരൻ. ഹബീബ മുത്തലിസ്ലാസ് മാത്രമുള്ള കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സഹാബികൾ വന്ന് ദീനി പ്രബോധനം നടത്തിയ നാടാണ്. ആ കാസർഗോഡ് നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ കേന്ദ്രം കാസർഗോഡ് തളങ്കര ജമാഅത്ത് പള്ളിയാണ്. അവിടെ അന്ന് മുതൽ ഉറൂസ് നടക്കുന്നുണ്ട്. ഇന്ന് വരെ അവിടുത്തെ ഉറൂസിൽ ഇന്നും ഖാദിമാരെ കൊണ്ട് എല്ലാ സമയത്തും അവിടെ ഖാദിമാരെ കൊണ്ട് ധന്യമാണ്. മാത്രമല്ല അവിടെ പ്രഗത്ഭനായ പണ്ഡിതൻ ഹസൻ മുസ്ലിയാർ, എല്ലാവരും ഖാദിയമായ ചെറിയ വിഷയമല്ല. ആ ഖാദിമാർ ഏതെങ്കിലും ഒരു ഖാദിയായ ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ് ഇന്ന് വരെ അവിടെ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഉറൂസിന് സുജൂദ് ചെയ്യണം എന്ന നിലയ്ക്കൊരു ആഹ്വാനം നൽകുകയോ ചെയ്തതായിട്ട് എനിക്കറിയില്ല.
അങ്ങനെയുള്ള ഒരു ഉറൂസ്, അങ്ങനെയുള്ള ഒരു കൽപ്പന ഇല്ല. അങ്ങനെയുള്ള ഒരു സുജൂദ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മഖബറയിൽ എവിടെയും നടക്കാറില്ല. അപ്പൊ അതിനർത്ഥം ഇവർക്ക് ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് മസ്ജിദ് എന്നോ മസാജിദിന്റെ അർത്ഥം ഒന്നും അറിയില്ല. ഇത്തഹദു എന്ന് വെച്ചാൽ ഒരു ഭാഷ ജ്ഞാനം, അറബി ഭാഷാ ജ്ഞാനം അവർക്ക് ഇല്ല എന്നതാണ്. ഇത്തഹദു എന്ന് പറഞ്ഞാൽ അർത്ഥം നിർമ്മിച്ചു എന്നാണ്, ഉണ്ടാക്കിയെന്നാണ്. ഇവിടെ ആരാണ് അങ്ങനെ ഉണ്ടാക്കിയത്? ഇവിടെ ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ മഖബറകൾ പിന്നെ മസ്ജിദ് സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി നിർമ്മിച്ചിട്ടുണ്ടോ? എവിടെയില്ല, എവിടെയില്ല. അപ്പൊ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പച്ചയായ ഒരു നാട്ടുകാരൻ മുമ്പിൽ വന്നിട്ട് നമ്മുടെ ചെറുപ്പക്കാര് അവരുടെ ആത്മാഭിമാനം കൊണ്ട് അവര് മിണ്ടാതിരുന്നതാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇവരുടെ സംയമനമാണ്, ദീനീബോധമുള്ള ഈമാനിക ആവേശമുള്ള. കാരണം ഒറ്റയടിക്ക് നമ്മളെ കാഫിർ മുശ്രിക്കുമായി ചിത്രീകരിക്കുമ്പോൾ ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാൻ അറിയില്ല, തിരിച്ചറിയുകയാണ് ചെയ്തത്. പ്രതികരിക്കാനുള്ള അറിവില്ലാത്തവരല്ല, പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികരിക്കാനുള്ള എല്ലാ ശേഷിയുമുള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ. വേറൊരു വിഷയത്തിന്റെ പ്രവാസികൾ പറയുന്ന ഒരു വിഷയമാണ്, അത് നമുക്ക് കേട്ടോ. ഒന്നുകൂടി കേട്ടോളൂ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. കുമ്പോൽ പ്രദേശത്തുള്ള യുവാക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഞാൻ ഇവിടെ എത്തിയപ്പോൾ അന്വേഷിച്ചപ്പോ 1 വർഷമായി ഉറൂസുകൾക്കുള്ള ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് യുവാക്കൾ. ഇതൊരു ത്യാഗമാണെന്ന് വിചാരിക്കുന്നു, ഇത് റബ്ബിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു, അള്ളാഹുവിന്റെ പരലോകത്ത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പഠിച്ചവന് ഇഷ്ടമില്ലാത്ത ഒരുക്കമാണ്. എന്താണ് ഈ ക്ലിപ്പിൽ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് 1 വർഷത്തോളമായി ഇവിടുത്തെ ചെറുപ്പക്കാർ യുവാക്കളൊക്കെ ഉറൂസിന് വേണ്ടി ഒരുങ്ങുക, ഉറൂസിന് വേണ്ടി ത്വരണം കിട്ടുക, ഉറൂസിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് വലിയൊരു ആരാധനയായി, വലിയൊരു സൽക്കർമ്മമായി കാണുന്നു എന്നുള്ളത്. അതൊരിക്കലും അല്ല, സൽക്കർമ്മമല്ല, അതൊരു ആരാധനയല്ല, അതൊരു ഇബാദത്തല്ല, അതൊരു പുണ്യകരമല്ല, അതൊരു കുറ്റം കിട്ടാൻ സാധ്യതയുള്ള അതൊരു അനാചാരമാണ് എന്നാണ് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. പക്ഷേ സത്യത്തിൽ എന്താണ്? സത്യത്തിൽ അവിടെ അവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഉറൂസ് എന്താ അവിടെ നടക്കുന്നത്? ഒന്ന് ഇൽമിന്റെ സദസ്സുകൾ, അറിവുകൾ കേൾക്കുക. അതിനേക്കാളും പുണ്യമുള്ള സദസ്സ് ഏതാണ്? ഒന്ന് പറഞ്ഞതാണ്. ഒന്നതാണ് വേറെ എന്താണ് നടക്കുന്നത്? അവിടെ മഹാന്മാരെ അനുസ്മരിക്കുക എന്നതാണ് നടക്കുന്നത്. മഹാന്മാരെ അനുസ്മരിക്കുക മറ്റൊന്ന് അവിടെ കൂടിയ ജനങ്ങൾക്കൊക്കെയും അന്നപാനീയങ്ങൾ, ഭക്ഷണമില്ല. ഒരു നേരം ഭക്ഷണം തെളിമൂന മിസ്കീന, അങ്ങനെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആയത്തുകൾ കാണാം. അപ്പൊ ഭക്ഷണം നൽകുക എന്നത് ഒരു പുണ്യകരമായ കാര്യം, ഒരു വിഭാഗത്താണ്. അങ്ങനെ തുടങ്ങി. മാത്രമല്ല അവിടെ പിന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ, ഒരാൾ സദക്ക നൽകുക, അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുക എന്നതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് ഇബാദത്തുകൾ സമ്മേളിക്കുന്ന ഒന്നാണ് ഈ ഉറൂസ്. ഇനി ഏതൊരു ആഘോഷ പരിപാടികൾക്കും അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാക്കുക. അതിന്റെ ഭാഗമാണ് ട്യൂബ്ലൈറ്റ് കെട്ടല്, തോരണം കെട്ടല്. അത് സ്വാഭാവികമല്ലേ? വഹാബികളുടെ സമ്മേളനത്തിന്റെ ലക്ഷങ്ങൾ അതൊന്നും പ്രശ്നമല്ല. അല്ല, അതേ അവിടെ ഒരുപാട് ഇബാദത്തുകൾ സമ്മേളിക്കുന്ന ഒന്നാണ് ഈ ഉറൂസ് എന്ന് പറഞ്ഞാൽ. അവിടെ പിന്നെ ലൈറ്റുകൾ ഉണ്ടാകും, ആളുകൾ കൂടുമ്പോൾ, ജനങ്ങൾ കൂടുമ്പോൾ അവർക്ക് വെളിച്ചം വേണം, അവർക്ക് കുടിക്കാൻ വെള്ളം വേണം. അതുമായി ബന്ധപ്പെട്ട് അവിടെ കച്ചവടങ്ങൾ നടക്കുന്നു. ആളുകളുടെ അടുത്ത് നിന്ന് കച്ചവടം നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട്, സക്കാത്ത് കൊണ്ടൊന്നും അല്ലാതെ ഈ ലക്ഷങ്ങൾ വാങ്ങി പൊടിച്ചുകൊണ്ടാണല്ലോ ഓരോ വഹാബി സമ്മേളനവും പല കടപ്പുറത്തുകൾ വെച്ച് മറ്റു സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നത്. അത് ഇവർ ഇബാദത്തായിട്ടാണല്ലോ കാണുന്നത്. ഇങ്ങനെ ഇബാദത്ത് ഇസ്ലാമിലൂടെ ഇബാദത്ത്, അത് ഇബാദത്താണെന്ന് പറയണമെങ്കിൽ ഇത് ഇബാദത്ത് തന്നെയാണ്. ഇവിടെ നടക്കുന്ന അതിനേക്കാൾ ഫെയറായി എല്ലിന്റെ സദസ്സാണ്. അത് ഇബാദത്തായിട്ട് അവർ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഇബാദത്തായിട്ട് അവർ കാണുന്നുണ്ടെങ്കിൽ ഇത് 100% സംശയമില്ല. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സമർപ്പിച്ചതാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു നാട്ടിൽ വന്ന് അനൈക്യമുണ്ടാക്കി, മതസൗഹാർദ്ദ അനൈക്യമുണ്ടാക്കി,
മനുഷ്യർക്ക് പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും കളയുന്ന രൂപത്തിൽ പച്ചയായി ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പാരമ്പര്യമുള്ള ആചാരങ്ങളെ അനാചാരങ്ങളാക്കി ഒന്നും ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്, ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണ് എന്ന് പച്ചയായി പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആണ് അടുത്ത സെഷൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞ മറ്റു 1-2 വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.